സർ നമസ്കാരം. നമസ്കാരം. സർ, മുർഷിദാബാദിൽ SDPI ഇറങ്ങിയാണ് ഇത്രയും പ്രക്ഷോഭം ഉണ്ടാക്കിയത് എന്നൊക്കെ പറയാം. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ, അതായത് നമ്മുടെ മലയാളി മാധ്യമങ്ങൾ പ്രത്യേകം എടുത്തു പറയണം, അതിന് അവർക്കൊരു അവാർഡ് കൊടുക്കണം. കാരണം ഇത്തരം വാർത്തകളിലെല്ലാം മുക്കുന്നതിന് അവർക്ക് പ്രത്യേക ഒരു താല്പര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. ക്രിസ്ത്യൻസിനെതിരെയോ ക്രിസ്തീയ വിഭാഗത്തിനെതിരെയോ മുസ്ലിം വിഭാഗത്തിനെതിരെയോ എന്തെങ്കിലും ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അവര് ഫ്രണ്ട് പേജ് വാർത്ത തന്നെ ഒരു പക്ഷെ കൊടുക്കും. പക്ഷെ നേരെ തിരിച്ച് അവിടെ ഹിന്ദുക്കളുടെ വീടുകളും കടകളും ഒക്കെ നേരിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. ആ വാർത്ത കൊടുത്തിട്ടില്ല. ആ വാർത്ത കൊടുക്കാതെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അതിനെ എന്താ പറയാ, അവിടെയും ഒരു ഒരു ന്യൂനപക്ഷ പ്രീണനം മനസ്സിലാവുന്ന രീതിയിലുള്ള വാർത്തകളാണ് കൊടുത്തത്. സത്യത്തിൽ മൂർഷിദാബാദിൽ എന്താണ് സംഭവിച്ചത്? അവിടെ SDPI എത്രത്തോളം അഴിഞ്ഞാടി എന്നുള്ളതാണ് വിവരങ്ങൾ. മുർഷിദാബാദ് പറയുന്നതിന് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത തൊടുപുഴയിലെ തൊമ്മൻകുത്ത് ഒന്ന് പറയേണ്ടതുണ്ട്. അതെ അതെ, തൊമ്മൻകുത്തിലെ ക്രിസ്ത്യൻ പള്ളിയിലെ കുരിശ് സർക്കാർ നീക്കം ചെയ്തു. ഇത് ഉത്തർപ്രദേശിലെ തൊമ്മൻകുത്തിലാണ് നടന്നിരുന്നതെങ്കിൽ കേരളത്തിൽ ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു. കേരളത്തിലെ തൊമ്മൻകുത്തായതുകൊണ്ട് വാർത്ത ആരും കണ്ടില്ല, അറിഞ്ഞില്ല, ചാനൽ ചർച്ചയില്ല, പ്രതിഷേധമില്ല, മെഴുകുതിരി കത്തിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ ഒരു സ്ക്രീനിങ് നടക്കുന്നുണ്ട്. വാർത്തകൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. അവർക്ക് വലിയ പ്രശ്നമായിട്ടുണ്ട് സർ. കാരണം ഇപ്പം ഈ മറ്റത് എന്ത് വന്നാലും നോക്കാം, UP-യിൽ അത് സംഭവിച്ചു, അവിടെ നോർത്തിൽ അത് സംഭവിച്ചു എന്നാണ്. ഇപ്പൊ അവിടെ പറയാനില്ല. UP-യിൽ യോഗി വന്നപ്പോ എല്ലാവരുടെയും വായ അടഞ്ഞു. ഇനിയിപ്പോ എവിടേക്ക് നോക്കൂ എന്നാണ് പറയേണ്ടതെന്ന് അവർക്ക് കിട്ടുന്നില്ല. അതെ, മുർഷിദാബാദ് എന്ന് പറയുമ്പോൾ ബംഗാളിൽ നടക്കുന്ന ഈ സംഭവം മമതാ ബാനർജിക്ക് വരെ തലവേദനയായി മാറുകയാണ്. മമതാ ബാനർജിയാണ് ഇവിടെ അക്രമ സമരങ്ങൾക്ക് മുഴുവൻ രക്ഷാധികാരിയായിട്ട് നിന്നുകൊണ്ട് എല്ലാവർക്കെതിരെയും വാളെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ മുർഷിദാബാദിൽ സംഭവിച്ചത് എന്താണ്? CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരടക്കം 3 CPM സഖാക്കന്മാരാണ് കൊല്ലപ്പെട്ടത്. അവർ കൊല്ലപ്പെട്ടത് SDPI-യുടെ കൈകളാലാണ്. എന്നാൽ SDPI-യും CPM-ഉം തമ്മിൽ വളരെ വലിയ സഖ്യത്തിലുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് SDPI-ക്കാർ CPM-കാരെ കൊന്നത്? അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. CPM ലീഡേഴ്സ് CPM ആണോ എന്നല്ല അവർ നോക്കിയത്, ഹിന്ദു ആണോ എന്ന് മാത്രമാണ്. ഹിന്ദുക്കളായതുകൊണ്ട് അവർ കൊല്ലപ്പെട്ടു. പക്ഷെ കേരളത്തിൽ ചർച്ചയില്ല. എന്നാൽ മുർഷിദാബാദിൽ 500-ൽ പരം ഹിന്ദു കുടുംബങ്ങളാണ് പലായനം ചെയ്തത്. അവരുടെ വീടുകളും കടകളും സ്ഥാപനങ്ങളും എല്ലാം തകർക്കപ്പെട്ടു. അവർക്ക് ആ നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത വിധത്തിൽ അവര് ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്തു. ഇതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? വഖഫ് നിയമത്തെ സംബന്ധിച്ച് SDPI തിരികൊളുത്തി വിട്ട ഒരു കലാപമാണ് ഇത്. സത്യത്തിൽ എന്താണ് ഈ വഖഫ് നിയമമെന്നും നിയമ ഭേദഗതിയെന്നും അറിയുന്നവരൊന്നുമല്ല ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ പേരിൽ ഹിന്ദുക്കളെ കടന്നാക്രമിക്കുക. ഹിന്ദുക്കളെ കടന്നാക്രമിക്കുമ്പോൾ അതിൽ CPM ആണോ അല്ലയോ BJP ആണോ ഇതൊന്നും നോട്ടമില്ല. ഹിന്ദു ആണോ അവനെ കൊല്ലുക. ഇതാണ് SDPI-യുടെ തീരുമാനം. ഇതിന് കുട പിടിക്കുന്ന ഭരണകൂടമാണ് മമതാ ബാനർജിയുടെ ഭരണകൂടം എന്ന് SDPI-ക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇന്നിപ്പോൾ അവിടെ മമതയുടെ സിംഹാസനം ഇളകി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അവിടുത്തെ വികാരം ഹിന്ദു മുസ്ലിം എന്ന് മാറ്റിയിരിക്കുന്നു. SDPI-യുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യവും അത് തന്നെയാണ്. ബംഗ്ലാദേശിന്റെ അതേ വികാരം ബംഗാളിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഹിന്ദു മുസ്ലിം വിഭാഗീയതയുണ്ടാക്കി തമ്മിൽ തല്ലിച്ചുകൊണ്ട് അവിടെ അരാജകത്വം സൃഷ്ടിക്കുകയും കഴിയുമെങ്കിൽ ഒരു വിഭാഗം ബംഗ്ലാദേശിൽ ലയിപ്പിക്കുകയും ചെയ്യുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിന്റെ പുറകിലുള്ളത്. അതായത് പശ്ചിമ ബംഗാളിനെ ബംഗ്ലാദേശിൽ ലയിപ്പിക്കാൻ വേണ്ടിയാണ് SDPI പണിയെടുക്കുന്നത്. ആ SDPI-ക്ക് പിന്തുണ കൊടുക്കുന്ന CPM-ന്റെ സ്വന്തം നേതാക്കന്മാർ കൊല്ലപ്പെട്ടിട്ട് പോലും CPM-ന് പരാതിയില്ല. കാരണം SDPI-യുടെ മാനസിക അടിമത്വം അത്രമാത്രം CPM-നെ പിടികൂടിയിരിക്കുന്നു. മമതാ ബാനർജി CPM-നെതിരാണ് എങ്കിൽ പോലും പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശിൽ, അതായത് ഇന്ത്യൻ സംസ്ഥാനമായ പശ്ചിമ ബംഗാളിനെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തേക്ക് ലയിപ്പിക്കണം. SDPI-യുടെ ഉദ്ദേശം അതാണ്. ഇസ്ലാമിക രാജ്യത്തിന്റെ ഭാഗമാക്കി തീർക്കുക എന്നുള്ളതാണ്. അതെ, അതിന് CPM-കാരായിട്ടുള്ള നേതാക്കന്മാരെ കൊല്ലുക. കാരണം അവർ ഹിന്ദുവാണ്. ഈ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് മമതയുടെ സിംഹാസനം ഇളകും. കാരണം മമത അവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളുടെയും അവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും രാജ്ഞിയായിട്ടാണ് വാഴുന്നത്. പക്ഷെ മുസ്ലിം ഹിന്ദു എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്
അധികാരം നഷ്ടപ്പെടാൻ പോകുന്നത് മമതയ്ക്കായിരിക്കും. അപ്പോൾ സ്വയമായിട്ട് പാലൂട്ടി പുലർത്തിയ തീവ്രവാദികൾ സ്വന്തം കൈക്ക് തന്നെ കൊത്തിയ അവസ്ഥയാണ് ഇന്ന് മമതയ്ക്കുള്ളത്. എന്നാൽ സി പി എമ്മിന്റെ അവസ്ഥയോ? സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളെ അടക്കം SDPI കൊന്നു തള്ളുമ്പോൾ അവർക്കെതിരെ ശബ്ദിക്കാനുള്ള യാതൊരു ധാർമ്മിക അവകാശവും അതുപോലെ ശേഷിയും CPM ഇന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി കൊല്ലപ്പെട്ട ലോക്കൽ നേതാവിന്റെ വീട്ടിൽ പോയി ഇരിക്കുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടല്ലോ. എത്ര ദയനീയമാണ് ആ അവസ്ഥ. അപ്പോൾ കൊല ചെയ്യപ്പെടുന്ന വ്യക്തി CPM ആണോ കോൺഗ്രസ് ആണോ BJP ആണോ എന്ന ചോദ്യമില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഹിന്ദു ആണോ? ഹിന്ദു ആണെങ്കിൽ അവൻ കാഫറാണ്, അവനെ കൊല്ലേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു കലാപമാണ് മുർഷിദാബാദിൽ നടന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കേരളത്തിലെ മീഡിയയ്ക്ക് എന്താ ഭയം? സാറിപ്പോ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. കാരണം പശ്ചിമ ബംഗാളിനെ ബംഗ്ലാദേശിൽ ലയിപ്പിക്കാനുള്ള ഒരു ശ്രമം, അത് ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന് 2047 ആക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യം കൂടിയാണ്. പക്ഷെ ഇതിനെല്ലാം തമസ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു എല്ലാവരുടെയും മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഇതിനെതിരെ സ്വയം പ്രതിരോധത്തിൽ വരികയും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും അതെ. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ പണ്ട് കാലത്ത് ജീവിച്ചിരുന്നത് ക്രൈസ്തവരായിട്ടുള്ള റബ്ബർ മുതലാളിമാരുടെയും വ്യവസായികളുടെയും ബിസിനസ്സുകാരുടെയും പരസ്യം കൊണ്ടാണ്. ഇന്ന് കാർഷിക മേഖല തകർന്നു, അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ സാമ്പത്തിക സ്ഥിതി തകർന്നു. അപ്പോൾ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ പരസ്യം കൊടുത്ത് പിടിച്ചു നിർത്തുന്നത് മുസ്ലിമാണ്. അതുകൊണ്ട് മുസ്ലിം പരസ്യം കിട്ടണമെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വാർത്തയും കൊടുക്കാൻ പാടില്ല. അവരെ പ്രീണിപ്പിച്ച് നിർത്തുക തന്നെ വേണം. ഈ അന്തരീക്ഷം ശരിക്കും മുതലാക്കിക്കൊണ്ട് മുസ്ലിം തീവ്രവാദികൾ ഇസ്ലാമികമായിട്ടുള്ള ബിസിനസ്സുകാരെയും വ്യവസായികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മീഡിയയെ പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാവുന്ന പല വിഖ്യാതമായ പത്രങ്ങളും ചാനലുകളും ഒക്കെ ഇന്ന് കഞ്ഞി കുടിച്ചു പോകുന്നത് ഇസ്ലാമിക തീവ്രവാദികളുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ. അതുകൊണ്ട് കേരളത്തിന്റെ മീഡിയയെ മുസ്ലിങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. ആ ഒരു അന്തരീക്ഷത്തിൽ മീഡിയയ്ക്ക് മിണ്ടാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ള ഏതാനും യൂട്യൂബ് ചാനലുകൾക്ക് മാത്രമാണ് ഇപ്പോൾ സത്യം പറയാനുള്ള ആർജവവും ധൈര്യവും അവശേഷിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ തീവ്രവാദികളുടെ അടിമകളായി അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ച് കഴിയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇതിനൊരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. അത് മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ മാറ്റം വന്നല്ലോ. നക്സലിസം തുറച്ചു തീർക്കുമെന്ന് പറഞ്ഞു അതിന്റെ ഒരു 99% സർക്കാർ ചെയ്തു കഴിഞ്ഞു. ലഹരിക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിനെതിരെയും കൃത്യമായ നടപടികൾ എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഭീകരമായ രീതിയിൽ എല്ലായിടത്തും നിന്ന് ലഹരി പിടിക്കുന്നത് പോലും. പിന്നെ അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് തീവ്രവാദത്തെ എതിർക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായും തീവ്രവാദത്തെ തുടച്ചു നീക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എങ്കിലും അതിനെതിരെ കനത്ത ഒരു പോരാട്ടം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. കാരണം കേരളത്തിലും പശ്ചിമ ബംഗാളിനെ ബംഗ്ലാദേശിൽ ലയിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലും ഒരു നീക്കം നടക്കുന്നുണ്ട്. മലപ്പുറം മുതൽ മൈസൂർ വരെയുള്ള ഭാഗത്ത് ഒരു മുസ്ലിം സംസ്ഥാനം ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ മലപ്പുറം മുതൽ മൈസൂർ വരെ ഒരു മുസ്ലിം സംസ്ഥാനം ഉണ്ടാക്കിയെടുത്താൽ പിന്നീട് അതിനെ മുസ്ലിം രാജ്യമാക്കി മാറ്റാനുള്ള ഒരു നീക്കം അതും കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇടത് വലത് മുന്നണികളും കേരളത്തിലെ മീഡിയയും അതിന് കുടപിടിക്കുന്നുമുണ്ട്. അതുകൊണ്ട് കേരളത്തിലും ഒരു സാമൂഹ്യ വിപ്ലവം ആസന്നമായിരിക്കുന്നു എന്ന് വേണം പറയാൻ.